തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ആദിത്യയാണ് മരിച്ചത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. അജീഷ്, ഈ സംഭവത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ? ഈ സൈബർ ആക്രമണം എന്ന് കുടുംബം എന്തുകൊണ്ട് പറയുന്നു? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രജൻ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ +2 വിദ്യാർത്ഥിയായ ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പൊ വീട്ടുകാർ കണ്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി ഇന്നലെ രാത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. നിരവധി വീഡിയോസ് ഈ പെൺകുട്ടി ഇടുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ ഈ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായി അടുപ്പത്തിലായിരുന്നു ഏറെ കാലമായി. ഈ യുവാവും മൊത്തമുള്ള ഒരുപാട് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ യുവാവുമായിട്ടുള്ള അടുപ്പം അവസാനിപ്പിച്ചു. ഇതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നുവെന്നാണ് ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള സുഹൃത്തുക്കളും ഒപ്പം തന്നെ വീട്ടുകാരും പറഞ്ഞിരുന്നത്. നമ്മൾ നേരത്തെ വീട്ടിനകത്ത് കയറി ഈ അച്ഛനോട് സംസാരിച്ചിരുന്നു. അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു സാധാരണ കുടുംബമാണ്. ഈ സതീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ വളരെയധികം മാനസിക സംഘർഷം നേരിട്ടിരുന്നതായി പറഞ്ഞിരുന്നു. പക്ഷേ പ്രതികരണത്തിന് അദ്ദേഹം നേരിട്ടുള്ള ബൈറ്റായിട്ട് തരാൻ തയ്യാറായില്ല. ശരി. ഇതിന് ശേഷം സംസാരിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ സംസ്കാരത്തിന് ശേഷം പരാതി കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.